പണ്ടൊക്കെ രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിരട്ടുമായിരുന്നു. നിന്നെ ഞാൻ തട്ടിക്കളയും, നിന്നെ ഞാൻ സ്ഥലമാറ്റിക്കളയും, കാണിച്ചു തരാം, അത്തരത്തിലുള്ള വിരട്ടലുകളൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രതികളെ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് പോലീസുകാരെ ഓടിച്ചിട്ട് തല്ലുന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പരിഗണനാ വിഷയം. അല്ല, അത് നമുക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയത് ഇന്നലെ നടന്ന കണ്ണൂരിലെ തലശ്ശേരിയിലെ സംഭവമാണ്. വനിതാ SI അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു കൂട്ട ആക്രമണത്തിലേക്കാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പോയത്, CPMകാർ തന്നെ പോയത്. അപ്പോൾ അത് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയാണെങ്കിലും അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു രീതി പൊതുവിൽ ഉണ്ട്. അത് പലപ്പോഴും ആരും ഗവനിക്കാറില്ല എന്നുള്ളതാണ്. ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. പണ്ടേ പോലീസിനെ കുറിച്ചൊരു ചൊല്ലുണ്ട്, പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളാണ്, ജനങ്ങൾ എന്ന് പറയുന്നത് പോലീസാണ്. അത് റോബർട്ട് പീൽ എന്ന് പറഞ്ഞ ഒരു ലണ്ടൻ മുനിസിപ്പൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അത് പറഞ്ഞത്. അത് വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒക്കെ ഉണ്ടായത്. പോലീസിനെ നമ്മളും ബഹുമാനിക്കണം, നമ്മളെ പോലീസും ബഹുമാനിക്കണം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റെങ്കിലും ഇപ്പോൾ പരസ്പരം ബഹുമാനമില്ലാത്തൊരു കൺസെപ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പോലീസിൻ്റെ അതിക്രമങ്ങൾ സാധാരണക്കാരൻ്റെ മേൽ കൂടുകയും എന്നാൽ ഗുണ്ടാ സ്റ്റൈലിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ പോലീസ് മൃദു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിൽ വളരെ വ്യാപകമായിരിക്കും. ഇത് സാധാ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. റോബർട്ട് പീൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പോലീസിന് സ്വയം സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ എങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കും? അപ്പോൾ പോലീസ് സ്വയം സംരക്ഷിക്കേണ്ടതുണ്ട്, അവരുടെ തൊപ്പി സംരക്ഷിക്കേണ്ടതുണ്ട്. തൊപ്പി സംരക്ഷിച്ചില്ലെങ്കിൽ തുപ്പാനുള്ള കോളാമ്പിയേക്കാൾ കഷ്ടമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊപ്പി സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. പോലീസ് അസോസിയേഷൻ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തരമന്ത്രി, നിയമസഭ ഒക്കെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തലശ്ശേരിയിലൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അവിടെ ഉത്സവം നടക്കുന്നു. ആ ഉത്സവ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരു നേതാവ് വരുന്നു. അദ്ദേഹത്തിന് CPM പശ്ചാത്തലം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്യുന്നു. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരാളിനെ കൈയോടെ പൊക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. അദ്ദേഹത്തെ പൊക്കുമ്പോൾ CPMകാരെല്ലാം കൂടെ ചേർന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന പ്രാദേശിക പാർട്ടി പ്രവർത്തകർ പറയുന്നു, ഇദ്ദേഹത്തെ വിട്ടുതരണം, ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പാടില്ല, കാരണം അദ്ദേഹം എന്തോ ധീരപ്രവൃത്തി ചെയ്ത ആളായിരിക്കാം, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സേവനം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോട് ആവശ്യപ്പെടുന്നു. പോലീസുകാർ അത് വിസമ്മതിക്കുന്നു. ദെൻ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് സംഘർഷമാകുന്നു, വാക്കേറ്റം കയ്യാങ്കളിയുടെ വാക്കുകൾ എത്തുമ്പോൾ ഇവർ പോലീസുകാരെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഈ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ നേരെ കൊല്ലത്തേക്കാണ് എൻ്റെ ചിന്ത വരുന്നത്. അതായത് കണ്ണൂരിൽ നിന്ന് നേരെ കൊല്ലത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം നടന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരിൽ ഒരു വിഭാഗം ഔദ്യോഗിക പക്ഷത്തിനെതിരെ അല്ലെങ്കിൽ മറുപക്ഷത്തിനെതിരെ സംഘടിച്ച് പ്രതിഷേധമായി വരുന്നു. നേതാക്കന്മാരെല്ലാം പിടിച്ച് പൂട്ടിയിടുന്നു. അതായത് നമുക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമുക്കെതിരെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം പടി പിടിച്ച് പൂട്ടിയിടുക, എന്നിട്ട് 2 തല്ല് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 വിരട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വരുതിയിലാക്കാൻ നോക്കുക. അതും കഴിഞ്ഞാൽ കയ്യേറ്റം ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ കായികമായി അടുത്ത ലെവലിലോട്ട് കടക്കുക എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലൊരു പോലീസ് ഒരു രാഷ്ട്രീയ നേതാവ് ക്യാമറകളിലൂടെ വന്ന അല്ലെങ്കിൽ റെക്കോർഡിക്കലി മീഡിയകൾ പുറത്തുവിട്ട ഒരു വിവരമാണ് ഈ പറയുന്നത്. ഇത് ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്, മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് രൂക്ഷമായിരിക്കും എന്ന് പരസ്യമായ വെല്ലുവിളി ഒരു നേതാവ് നടത്തുന്ന ചില പ്രാദേശിക ലോക്കൽ കേബിൾ ചാനലിലെ വാർത്തകളിലൂടെയൊക്കെ വന്നിരുന്നു. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ തോന്നിയത് ഒരു സിനിമയുടെ ഡയലോഗാണ്. അതായത് മോഹൻലാലിൻ്റെ ഒരു രഞ്ജിത്ത് സിനിമയിലൊരു ഡയലോഗുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന മാടമ്പി ലോക്കൽ SIയോട് പറയുന്നുണ്ട്, സാധാരണ രാഷ്ട്രീയക്കാരുടെ വിരട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് സ്ഥലം മാറ്റിക്കളയും ഇല്ലാതാക്കിക്കളയും അങ്ങനെയുള്ള വിരട്ടൊക്കെ കണ്ടിട്ടുള്ളൂ, ഇത് ആൾ വേറെയാണ്, കൊന്നുകളയും ഞാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് പരസ്യമായി വെല്ലുവിളിക്കുന്ന ആ ഒരു മോഹൻലാൽ കഥാപാത്രം. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് ഈ CPMകാർ മോഹൻലാലിന് പഠിക്കുകയാണോ എന്നുള്ളതാണ് ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വളരെ പ്രസക്തമായൊരു അവലോകനമാണ് ഇപ്പോൾ താങ്കൾ നടത്തിയത്. കാരണം ഇന്ത്യൻ സിനിമയിലെ പോലീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. ഇന്ത്യൻ സിനിമയിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്ഷേപ കഥാപാത്രമാണ്. പണ്ടൊക്കെ നമ്മുടെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, ബഹദൂറും അടൂർ ബാസിയൊക്കെ അല്ലെങ്കിൽ പട്ടം സദനും കുതിരോട്ടം വെപ്പുമൊക്കെ ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് ഒരു പോലീസായിട്ട് തീക്കുറ്റി പോലീസായിട്ട് വാത്തിയും കൊണ്ടൊക്കെ വരുന്ന സീനുകൾ. അതുപോലെ തന്നെ നായകൻ പലപ്പോഴും അടിച്ചിട്ട് കഴിയുമ്പോൾ ആ വീണ് കിടക്കുന്നവനെ പറക്കിയെടുക്കാനായിട്ടൊരു വിസിലും അടിച്ച് ഒരു പോലീസ് വാൻ വരുന്നതും പോലീസ് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെയാണ് സീൻ. ഇപ്പോൾ പോലീസിനെ
ഈ പരത്തിലാക്കുന്നതിൽ ഒരു ഘടകം നമ്മുടെ സിനിമയാണ്. സിനിമയിലെ അതിവീരനായകത്വവും നായകൻ പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിക്കുന്നതും SI എടുത്തിട്ട് പെരുമാറുന്നതും ഒക്കെ നമ്മുടെ കുട്ടികളിലൊരു വലിയ ആവേശം തോന്നിപ്പിക്കാറുണ്ട്. രണ്ടാമത്തേത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ പണ്ട് പോലീസിനെ കണ്ടിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ പോലീസായിട്ടാണ്. ബ്രിട്ടീഷുകാരൻ്റെ പോലീസായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ പോലീസിനെ നേരിടാൻ ചെല്ലുന്ന ഒരു നേതാവ്, സാമൂഹ്യ പ്രവർത്തകൻ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒരു വീരപുരുഷൻ ഒക്കെ അതിവീരപുരുഷനായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പോലീസ് അത് ബ്രിട്ടീഷുകാരൻ്റെ പോലീസാണ്. അപ്പോൾ അവൻ്റെ ക്രൂരതയ്ക്കെതിരെ നിൽക്കുന്ന പോലീസുകാർക്ക് ചോദ്യം ചെയ്യുന്നവരെ വലിയ ശക്തമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി വെല്ലുവിളിക്കുക, പോലീസ് സ്റ്റേഷനിൽ ബോംബ് വയ്ക്കുമെന്ന് പറയുക, പോലീസ് സ്റ്റേഷനിൽ ബോംബ് ഉണ്ടാക്കുമെന്ന് പറയുക, പിന്നെ ഇത് ഞങ്ങളുടെ സർക്കാരാണെന്നറിയാമല്ലോ, ഈ ഭരിക്കുന്നത് പിന്നെ പോലീസ് ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുക, സ്ഥലം മാറ്റുമെന്ന് പറയുക, ഇതൊക്കെ സ്ഥിരമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഏതാണ്ട് 2 മാസത്തിലൊരിക്കൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണമോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന പതിവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് കോട്ടയത്ത്, അത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കോട്ടയത്ത് ഒരു പോലീസുകാരൻ രാത്രി ഒരു കട അടപ്പിക്കാൻ ഈ 1 മണിക്ക് ശേഷം ഒരു ഈറ്ററി ഷോപ്പ് അടയ്ക്കാൻ പോയപ്പോൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ അയാൾ എൻ്റെ മൊബൈലിൽ ആ പിക്ചർ പകർത്തിയതിന് ആ പാവത്തിനെ 3 കുത്തുകുത്തി, അത് നെഞ്ചിലായിരുന്നു, അയാൾ മരിച്ചുപോയി. ബാലുശ്ശേരിയിൽ 25 തന്നെയാണെന്ന് തോന്നുന്നു, ആദ്യം 2024 ഒരു ആക്രമണം നടന്നു. അത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇതുപോലെ അവരെ ആക്രമിക്കുന്നതായിരുന്നു. പിന്നെ പോലീസ് പോകുന്ന വഴിക്ക് പിന്നെ മദ്യപിച്ചുകൊണ്ടിരുന്നവരെ കണ്ട് പോലീസ് നിർത്തി ചോദ്യം ചെയ്തതിന്, വിൽപ്പന നടത്തിയതിന് ആക്രമിക്കുക, ഇതൊക്കെ പതിവായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമണം 2021 മറ്റോ റെക്കോർഡാണ് ഞാൻ കണ്ടത്. ആ ഡാറ്റ വെച്ചിട്ട് തന്നെ 17,500 പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. കേരളത്തിലും അതുപോലെയാണ്. കേരളത്തിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. കാരണം ഈ ആക്രമണങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളും നടത്തുന്ന അധികവും ഭരണകക്ഷിയാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അപ്പോൾ ഭരണകക്ഷി ആക്രമിച്ചാൽ അത് പിന്നെ ഒത്തുതീർപ്പിലാക്കുക, അല്ലെങ്കിൽ പോലീസ് അസോസിയേഷൻ കൂടെ ഇടപെട്ട്, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് അത് കോംപ്രമൈസിലാക്കുന്ന പരിപാടിയാണ്. ഇത് പോലീസിനെ അപകടത്തിലാക്കും. ഇത് ഭാവിയിൽ പോലീസിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും. അതാണ് റോബർട്ട് പീൽ എന്ന ഫാദർ ഓഫ് ലോക പോലീസ്, വേൾഡ് പോലീസ് എന്ന് പറയുന്ന ഫാദർ ഓഫ് പോലീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ, പോലീസിന് സ്വയം സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലീസിനെ ഈ ജനത്തെയും സംരക്ഷിക്കാനൊക്കെയില്ല, ഏറ്റവും വലിയ പ്രതിസന്ധിയിലെത്തും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. മനസ്സിലായി. ഇപ്പോൾ ഇത് താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അസോസിയേഷൻ്റെ കാര്യം ഈ പറഞ്ഞ പ്രസക്തമായൊരു കാര്യമാണ്. ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഞാൻ ഒരു അസോസിയേഷൻ നേതാവിനെ വിളിച്ചു. അതായത് ഇടതുപക്ഷ അല്ലെങ്കിൽ ഭരണാനുകൂല സംഘടന എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ തയ്യാറല്ല, പേടിയാണ്. ഒന്ന്. മറ്റൊരു നേതാവിനെ വിളിച്ചു. അദ്ദേഹം അത്യാവശ്യം എന്തിനും പോകുന്ന ഒരാളാണ്, അദ്ദേഹം എന്തിലും പ്രതികരിക്കും. അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കുക, അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും വലിയൊരു വിഷയമല്ല, മീഡിയയാണ് ഇതെല്ലാം വഷളാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നറേഷൻ. അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു നേതാവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, തൽക്കാലം അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേർഷനെല്ലാം കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത വിഷയമുണ്ട്. ഒരു ADGPയുടെ മകൾ ഒരു പോലീസ് ഡ്രൈവറെ അല്ലെങ്കിൽ പോലീസ് ഓഫീസറെ മൊബൈൽ കൊണ്ട് കഴുത്തിന് ഇടിക്കുകയും അദ്ദേഹത്തിൻ്റെ കശേരുക്കൾ പൊട്ടുകയും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയൊക്കെ ചെയ്ത വലിയൊരു വിവാദമായൊരു സംഭവമുണ്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ ഒരു സംഭവം നടന്ന സമയത്ത് പോലീസ് അസോസിയേഷൻകാരൊക്കെ വലിയൊരു പ്രതിഷേധക്കുറിപ്പൊക്കെ ഇറക്കിയായിരുന്നു. അതായത് പോലീസിൻ്റെ മൊറൈലിനെ ബാധിക്കുന്ന നടപടിയാണ്. ഈ ADGPയുടെ മകളായാലും അവരെ നിലയ്ക്ക് നിർത്തണം, ഇതിനെതിരെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാണ്. ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് അന്ന് പരിക്കേറ്റത്. അന്ന് പോലീസുകാർ അതിശക്തമായിട്ട് രംഗത്ത് വന്നു. അത് ന്യായമായ അല്ലെങ്കിൽ യുക്തിസഹമായ ഒരു നടപടിയായിരുന്നു. അന്നവർ പോലീസിൻ്റെ മൊറൈലിനെ ബാധിക്കുന്ന ഒരു നടപടിയാണ്, ഒരു പോലീസുകാരനെ മൊബൈൽ കൊണ്ട് തല്ലിയത് അവരുടെ മൊറൈലിനെ ബാധിക്കുകയാണെന്നുള്ള അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് സർക്കാർ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ADGP അല്ലെങ്കിൽ ADGP അല്ല, ഒരു DGP പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകം എഴുതിയ DGPയെ അനുവാദമില്ലാതെയാണ് അദ്ദേഹം പുസ്തകം എഴുതിയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ഇൻഡാസ് സർക്കാർ കൊടുത്തു. അന്ന് ആ ഇൻഡാസിൽ അവർ പറഞ്ഞത് ഇത് പോലീസിൻ്റെ മൊറൈലിനെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഒരു പുസ്തകം എഴുതിയത് പോലും സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഒക്കെ മൊറൈലിനെ ബാധിക്കുന്നതാണെന്നുള്ളതാണ് ആ സർക്കാർ ഉത്തരവിലെ വിചിത്രമായൊരു നിരീക്ഷണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഒരു DGP അദ്ദേഹം
അന്ന് ADGP ആയിരുന്നു, ഇപ്പോൾ DGP ആയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ വീട്ടിലെ PSO ആയിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നായയെ കുളിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായി. അത് ചാനലെല്ലാം വിഷ്വൽസ് എല്ലാം വന്ന് വലിയ നാറ്റക്കേസായി. അന്നും പോലീസ് അസോസിയേഷൻകാർ പറഞ്ഞു ഇത് പോലീസിന് ഭയങ്കര നാണക്കേടായി, പോലീസിൻ്റെ മൊറലിനെ ബാധിക്കുന്ന നടപടിയാണ്. പക്ഷേ DGPക്കെതിരായ നടപടി വേണമെന്നുള്ളത് പോലീസുകാർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. പക്ഷേ എന്നാലും അവരെ പ്രതിഷേധിച്ചു, മാന്യമായ നടപടി. അന്നൊക്കെ നഷ്ടമായ മൊറയിൽ ഇന്ന് പാർട്ടിക്കാർ അല്ലെങ്കിൽ ആര് ഭരിക്കുന്നു അവർ തെരുവിലിട്ട് പോലീസിനെ തല്ലുമ്പോൾ ഇവർക്ക് ആ മൊറയിൽ എവിടെ പോയി, എന്തേ അവർ മിണ്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ ചോദ്യമാണ് ഇന്നത്തെ സമൂഹവും ചോദിക്കുന്നത്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ മൊറയിൽ DGP മുതൽ സാധാ പോലീസ് ഓഫീസർ വരെയുള്ള, അതായത് പണ്ട് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചിരുന്ന സാധാ പോലീസ് ഓഫീസർ വരെയുള്ളവരുടെ മൊറയിൽ നഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പോലീസിൻ്റെ മേൽ കുതിര കയറുന്ന ശൈലി വന്നിരിക്കുകയാണ്. ഇത് വളരെ ദോഷം ചെയ്യുന്നതാണ്. മുമ്പ് എനിക്ക് താങ്കൾ ഇത്തരം ഉദാഹരണം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്. ഇപ്പോൾ മുമ്പ് DGP ആയിട്ട് റിട്ടയർ ചെയ്ത സെൻകുമാർ, അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അദ്ദേഹം അന്ന് DIGO മറ്റാണ്, IG ആയോ എന്ന് എനിക്ക് സംശയമാണ്. MG കോളേജിൽ ഒരു വലിയ അടി നടന്നു. അന്ന് IG ആയിരുന്നു. MG കോളേജിൽ ഒരു വലിയ അടി നടന്നു. ഒന്നാമത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിലൊക്കെ എഴുതുന്ന കുട്ടികളെ പോലീസ് 2-3 പോലീസുകാർ തല്ലി. ഇവർ അവിടുന്ന് എടുത്ത് താഴേക്ക് ചാടുകയാണ്, കാലൊടിയാണ്. അപ്പോൾ അദ്ദേഹം അടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തതിന് ഒരു പോലീസുകാരൻ്റെ കോളറിൽ പിടിച്ച് അദ്ദേഹം ഇങ്ങനെ എടുക്കുന്ന ഒരു പടം പത്രത്തിൽ വന്നു. ഇത് ആ സംഭവമെല്ലാം എല്ലാവരും മറന്നു. എന്തുകൊണ്ടാണ് DGP അങ്ങനെ അന്നത്തെ IG അങ്ങനെ പിടിച്ചതെന്നുള്ള കാര്യവും മറന്നു. ഇത് പോലീസിൻ്റെ മൊറയിൽ തകർക്കുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഒരുപാട് എൻക്വയറിക്ക്, എനിക്കൊന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും പോലീസ് കമ്മീഷൻ്റെയൊക്കെ എൻക്വയറിക്ക് പാത്രമാകുക, അദ്ദേഹത്തിന് ശിക്ഷാ നടപടി വരെ വരുമെന്നൊരു ഘട്ടം വരെ വന്നതാണ്. എന്തായാലും അന്ന് പൊതു ശബ്ദം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. കാരണം കുട്ടികൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തതെന്നുള്ളത്. പിന്നെ റെസിഡൻസ് അസോസിയേഷനിലെ ഫെഡറേഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് നിന്നു. അദ്ദേഹം ചെയ്തത് മഹാത് കർമ്മമാണെന്ന് പറഞ്ഞ് ലെറ്റർ വരെ കൊടുക്കുകയുണ്ടായി. അതൊക്കെ കൊണ്ട് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി വരുമായിരുന്നു. അപ്പോൾ പോലീസിൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ്റെ കോളറിൽ പിടിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മൊറയിലെ ബാധിക്കുന്നതാണെന്നുള്ളതാണ്. അത് ആ രീതിയിലെ തടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്നത്തെ കൺസെപ്റ്റ്. ഇന്നതല്ല. പോലീസിനെ കുത്തിക്കൊന്നത് ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ചാൽ ചോദ്യം ചെയ്യാൻ പറ്റും. നമ്മൾ വനിതകളുടെ കാര്യമെല്ലാം പറഞ്ഞു. ഇന്നലെ ഒരു വനിതാ SI ആണ് അവിടെ കയ്യേറ്റം ചെയ്യപ്പെട്ടത്, പിന്നെ തലശ്ശേരിയിൽ, കണ്ണൂർ. അപ്പോൾ ഇത് ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെ കണ്ടിട്ട് നമ്മുടെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ, ആഭ്യന്തര വകുപ്പിലെ പ്രധാനങ്ങളാകട്ടെ, മന്ത്രിയാകട്ടെ, ആരും തന്നെ ഇതിന്, മുഖ്യമന്ത്രിയാകട്ടെ, ആരും തന്നെ ഇതിനൊരു നടപടി വേണം, ഇത് ശരിയായില്ല, ആരാണ് കുറ്റക്കാരൻ ചോദിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത്? പോലീസിൻ്റെ മൊറയിൽ എവിടെ ചെന്ന് അവസാനിക്കും? പോലീസിന് റോബർട്ട് പീല് പറഞ്ഞതുപോലെ പോലീസിന് സ്വയം സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഒരു ജനത്തിനെയും അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കണം, സർക്കാർ ശ്രദ്ധിക്കണം, പൊതുജനങ്ങളും ശ്രദ്ധിക്കണം. പോലീസ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന് കുതിര കയറാനുള്ള അല്ലെങ്കിൽ അവർക്ക് ആളാകാനുള്ള, സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി വെല്ലുവിളിക്കുന്ന പിന്നെ നേതാവിന് ഹീറോ പരിവേഷം കൊടുക്കുന്ന സംവിധാനം, പിള്ളേർ സമരം ചെയ്യുമ്പോൾ ബാരിക്കേഡുകൾ തകർക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോകുമ്പോൾ ഒക്കെയാണ് പോലീസിൻ്റെ അവരുടെ വീരത്വം വരുന്നത് എന്നുള്ള ശൈലി അവസാനിപ്പിക്കേണ്ടതാണ്. അതുണ്ടായില്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇതിന് ഏറ്റവും വലിയ നല്ല മാർഗം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് പോലീസിംഗ് ആണ്. കുട്ടികളായിരിക്കുമ്പോൾ പറ്റുന്നത്ര കുട്ടികളെ ഈ സ്റ്റുഡൻറ്റ് പോലീസിലേക്ക് ചേർക്കുകയാണെങ്കിൽ അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും, അതുപോലെ തന്നെ സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. പോലീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിഫോമിനോടൊരു വിലയുണ്ടാവും. സാമൂഹിക പ്രതിബദ്ധത, മൊറാലിറ്റി, നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തമായ സൗഹൃദ നിലനിൽപ്പ്, ഇതിനെല്ലാം ഒരു കമ്മിറ്റ്മെൻറ്റ് കുട്ടിക്കാലത്തെ ഉണ്ടാവും. അതുണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പോലീസിന് സംരക്ഷണം വേണം, പോലീസ് സംരക്ഷിക്കണം. പക്ഷേ ഒരു കാര്യം പോലീസിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2019 ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ക്രൂരന്മാരായ പോലീസുകാരിൽ 4ാം സ്ഥാനം നമ്മുടെ കേരള പോലീസിനാണെന്നുള്ളൊരു ഖേദകരമായ സത്യം കൂടെ പറഞ്ഞിട്ട്, ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നിട്ടുള്ളത്, ലോക കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്, മറ്റ് ക്രൂരകൃത്യങ്ങൾ നടന്നതെല്ലാം കണക്കാക്കി നമ്മളെയാണ് അതിൽപ്പെടുന്നത്. അതിൻ്റെ മുകളിലോട്ട് പോകുന്ന UP, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങനെ 3-4 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ബീഹാർ ഉൾപ്പെടെ നമുക്ക് താഴെയാണ് ഈ ക്രൂരകൃത്യങ്ങളുടെ. അപ്പോൾ പോലീസ് അതും ശ്രദ്ധിക്കണം. പോലീസ്
ജനങ്ങളുടെ ശത്രുവായി മാറരുത്, ജനങ്ങളുടെ പീഡകനായി മാറരുത്, ജനങ്ങളുടെ രക്ഷകനായി പോലീസ് മാറും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതായത് തൊപ്പി സംരക്ഷിക്കണം, പോലീസുകാരുടെ തൊപ്പി സംരക്ഷിക്കണം. ഇവിടെ കൃത്യമായി നടക്കുന്നത് അത് തന്നെയാണ്. അതായത് തൻ്റെ കൺമുന്നിൽ കാണുന്ന അനീതിക്കെതിരെ പ്രതികരിച്ചു, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുപോകാൻ ഒരു ദിവസം ശ്രമിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതിനെതിരെ പ്രതികരിച്ചാൽ തൻ്റെ തൊപ്പി സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് പല ഉദ്യോഗസ്ഥരും മൗനത്തിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അസോസിയേഷൻ നേതാവിനെ, അതായത് ഇടത് ആഭിമുഖ്യമുള്ള ഒരു നേതാവിനെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. കാരണം വെറുതെ എന്നെ പ്രശ്നത്തിലാക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് തൊപ്പി സംരക്ഷിക്കണം, കുറ്റം പറയാൻ പറ്റില്ല. തൊപ്പിയല്ല, തൊപ്പിയുടെ അഭിമാനമാണ് സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്, നിലനിൽപ്പാണ്, കഞ്ഞി കുടിച്ച് പോകണമല്ലോ പച്ച മലയാളത്തിൽ പറഞ്ഞു. അദ്ദേഹം പക്ഷേ പ്രതികരിക്കാൻ തയ്യാറില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെ വായിക്കാം: ഇന്ത്യൻ പോലീസിൻ്റെ കാലം കഴിഞ്ഞു, ഇത് ജനായത്ത നാടാണ്. പൗരബോധമുള്ള ജനങ്ങളുടെ മുന്നിൽ അധികാരത്തിൻ്റെ മുഷ്ക് കാട്ടിയ നമ്മൾ ഓരോരുത്തരും ശരിക്കും തെറ്റുകാർ തന്നെയല്ലേ? അധികാരത്തിൻ്റെ ദുർമേധസ് കണ്ട് മതിഭ്രമിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശി, അവർക്ക് നേരെ കാറ് വായിച്ചു. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ അവർക്ക് നേരെ ചിലർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തി. അന്ന് നമ്മൾ അവരോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു, നല്ല ഭംഗിയായിട്ട് തന്നെ. അന്ന് നമ്മൾ ഓർക്കേണ്ടതായിരുന്നു, കാലം അതിൻ്റെ അച്ചുതണ്ട് തിരിക്കുമ്പോൾ നാളെ അവർ നമുക്ക് നേരെയും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുമെന്ന്. ഇന്ന് ഈ വൈകിയ വേളയിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല, കൊടുത്തതൊക്കെയും തിരിച്ചു കിട്ടി, ഇനിയും കിട്ടുമായിരിക്കും, വൈകിയില്ല, ഇനിയും ചിന്തിക്കാൻ ഇടമുണ്ട്. ഇതിൽ കൃത്യമാണ്. അതായത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നുള്ളത് പോലീസ് അസോസിയേഷൻ നേതാക്കന്മാർക്ക് തന്നെ, ഭരണകൂടത്തിന് വേണ്ടി ഇവർ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തോ അതേ ഭരണകൂടത്തിൻ്റെ വക്താക്കളിൽ നിന്ന് അവർക്ക് കൊടുത്ത അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയെങ്കിലും വൈകിയ വേളയിൽ കേരള പോലീസിന് വിവേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ തരമുള്ളൂ. നമുക്ക് നോക്കാം.